നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ദേവികുളത്തിനടുത്തുള്ള മാനല എസ്റ്റേറ്റിലാണ്. തമിഴ്നാട്ടുകാർ ഈ സ്ഥലത്തിന് മാൻ എലൈ എന്നും നമ്മൾ മലയാളികൾ ഈ സ്ഥലത്തിന് മാനില എന്നുമാണ് പറയാറുള്ളത്. നമ്മുടെ ഇന്നത്തെ യാത്ര മനോഹരമായ മാനില ഗ്രാമം കാണാനാണ്. അപ്പോൾ നമുക്ക് നേരെ മാനില ഗ്രാമത്തിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്ന ഈ വഴി ഒരു സൈഡിൽ വലിയ മരങ്ങളും മറു സൈഡിൽ തേയിലത്തോട്ടങ്ങളുമാണ്. നമ്മളൊരു വനത്തിൻ്റെ നടുവിലൂടെ പോകുന്ന ഫീലാണ് ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയിലക്കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമായിരുന്നു മൂന്നാർ. തേയിലത്തോട്ടങ്ങളിൽ പണിക്ക് കൊണ്ടുവന്നിരുന്ന തമിഴന്മാരും ചുരുക്കം ചില മലയാളികളും മാത്രമായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ മൂന്നാറിൽ താമസിച്ചിരുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും മൂന്നാറിലെ തോട്ടങ്ങളിലെ മാനേജർമാരും ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ബ്രിട്ടീഷുകാരായിരുന്നു. അവർക്ക് താമസിക്കാനായി അന്നത്തെ കാലത്ത് പണിത ധാരാളം ബംഗ്ലാവുകളും ഇന്ന് മൂന്നാറിലുണ്ട്. അതിലൊരു ബംഗ്ലാവ് ഈ മാനല എസ്റ്റേറ്റിലുമുണ്ട്. നമുക്കത് പോകുന്ന വഴിയെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നേരെ ഗ്യാപ്പ് റോഡിൻ്റെ എതിർവശമാണ്. ഇവിടെ നിന്ന് അക്കരയ്ക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പ് റോഡും ഗ്യാപ്പ് റോഡിൽ മഞ്ഞ് കയറുന്നതുമൊക്കെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. നമ്മളങ്ങനെ മാനില ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ ജംഗ്ഷൻ. അത്ര വലിയ ജംഗ്ഷനൊന്നുമല്ല, എങ്കിലും ഇവിടെ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് കിട്ടുന്നത്. ചുറ്റും മനോഹരമായ തേയിലത്തോട്ടങ്ങളും തമിഴ് സംസ്കാരവും വിദേശത്ത് ഒരു തമിഴ് ഗ്രാമം നിർമ്മിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ നിന്നും മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തോന്നാം നമ്മൾ സഞ്ചരിക്കുന്നത് ഒരു യൂറോപ്യൻ രാജ്യത്തൂടെയാണെന്ന്. എന്തായാലും മാനില ഗ്രാമത്തിലെ മനോഹരമായ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതാണ് മാനില എസ്റ്റേറ്റിലെ ടീ ബംഗ്ലാവ്. ഇവിടുത്തെ മാനേജർമാർക്കും ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്കും താമസിക്കാനായി നിർമ്മിച്ച ബംഗ്ലാവായിരുന്നിത്. ഇപ്പോൾ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ താമസിക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ മാനില ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ സ്വർഗത്തിൻ്റെ വാതിലിലൂടെ ഈ ഗ്രാമത്തിന് പുറത്തേക്ക് പോവുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടൻ കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.